കണ്ണു കെട്ടി എന്റെ രൂപം വരയ്ക്കാൻ പറ്റില്ല നിനക്ക്. വരയ്ക്കാം വരയ്ക്കാം വലിയ കുഞ്ഞെ. സുബ്രു, ആനന്ദ്, വേണ്ട അറേഞ്ച്മെന്റ് ചെയ്യാം. ഓക്കെ അരവിന്ദ വാ. കല്യാണി എടി
വെരി ഗുഡ് കല്യാണി, സൂപ്പർ. ആനന്ദിന്റെ ഫോട്ടോ എടുത്ത പോലെ ഉണ്ട്. ഗംഭീരം. ഗംഗേ, ഇപ്പൊ നിന്റെ തെറ്റിദ്ധാരണ മാറിയല്ലോ അല്ലേ? അഖിലെ 11 മണിക്ക് അപ്പോയിന്റ്മെന്റ്. ഓ, അത് ശരിയാണല്ലോ. ഇറങ്ങാം കൃഷ്ണേട്ടാ. ആനന്ദ്, അച്ഛാ, ഇന്നെന്റെ ചെക്കപ്പിനുള്ള ഡേറ്റാ. ഞങ്ങളൊന്ന് പോയിട്ട് വരാം. അച്ഛാ, ഞാനും കൂടി വരാം. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് വെറും ചെക്കപ്പിന് പോകുന്നതല്ലേ. പോയിട്ട് വരാം. അഖില, വാ. കല്യാണിയുടെ കാര്യത്തിൽ അമ്മയ്ക്ക് തെറ്റ് പറ്റിയിട്ടില്ലെന്ന് നിനക്ക് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. ഇത് കയ്യിലിരിക്കട്ടെ, കൂടെ കൂടെ ഒരു ആത്മപരിശോധനയ്ക്ക് ഉപകരിക്കും. अरे थोड़ा प्रॉब्लम है, मैं कुछ देर बाद कॉल करूं. സത്യം പറയാലോ, നിങ്ങളുടെ ഈ അവസ്ഥ കാണുമ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. മുന്നിൽ വരുന്ന ഓരോ അവസരങ്ങളും സ്വയം തട്ടി ഉടയ്ക്കുന്ന രണ്ട് ജന്മങ്ങളും. ഞങ്ങള് ഷട്ട് അപ്പ്. മനസ്സിലുള്ളവന്റെ ചിത്രം വരയ്ക്കാമോ എന്ന് കല്യാണിയോട് ചോദിച്ചതേ അപരാധം. അവൾ ആനന്ദിന്റെ ചിത്രമേ വരയ്ക്കൂന്ന് മുൻകൂട്ടി ചിന്തിക്കണമായിരുന്നു. പ്രിയങ്കെ, നീ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ, അറിയാതെ പറഞ്ഞു പോയതല്ലേ. ഏയ്, കുറ്റപ്പെടുത്തിയതല്ല, യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തിയതാ. ആന്റി, കല്യാണിക്ക് ആനന്ദിന്റെ രൂപം ഹൃദയത്തിൽ പതിഞ്ഞതാ. അതവള് പേപ്പറിലല്ല, വേണ്ടി വന്നാ ശിലയിൽ വരെ കൊത്തി വച്ചെന്ന് വരും. അതാണ് അവര് തമ്മിലുള്ള ബന്ധം. അത്രയും പേരുടെ മുന്നിൽ ലജ്ജിച്ച് തല കുനിച്ച് നിൽക്കേണ്ടി വന്നു എനിക്ക്. ആ പോട്ടെ, സാരമില്ല. ഇതൊരു പരാജയമായി കൂട്ടണ്ട. അനുഗ്രഹ പൂജയിൽ സംഭവിച്ചതും പിന്നീട് ഈ മൈലാഞ്ചി ചടങ്ങിൽ സംഭവിച്ചതും തികച്ചും യാദൃച്ഛികം മാത്രം. അത് കണ്ട് മനസ്സ് കലങ്ങിയതാണ് തെറ്റ്. ഗംഗേ, അവസാനത്തെ ഒരു വിജയം അത് മതി
ഈ പരാജയങ്ങളെല്ലാം മായ്ച്ചു കളയണം. തളരാത്ത മനസ്സുണ്ടെങ്കിലേ വിജയമുണ്ടാകൂ എന്ന് നീ മനസ്സിലാക്കണം. ജീവിതം ഒരു പരീക്ഷണമല്ലേ? ചിലപ്പോൾ ആഗ്രഹിക്കുന്നതൊന്നും സംഭവിക്കില്ല, മറ്റു ചിലപ്പോൾ ആഗ്രഹിച്ചതൊക്കെ ഒരുമിച്ച് സംഭവിക്കും. എന്ത് സംഭവിച്ചാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് ഉറച്ചു വിശ്വസിച്ചാൽ ഒടുവിൽ സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചിരിക്കും. പ്രിയങ്കെ, അത് സ്റ്റോപ്പ് ഇറ്റ്. ആന്റി, ഒരു തോൽവി ഉണ്ടാകുമ്പോ വാടിത്തളരുന്ന രക്തമല്ല ഗംഗയുടേത്. ഗംഗെ, നിന്റെ ഈ സിരകളിൽ ഓടുന്നത് വെറും രക്തമല്ല, ക്ഷത്രിയ രക്തമാണ്. ക്ഷത്രിയ രക്തം. തോൽവി ഓർത്തു വെക്കണം. ഓർത്തോർത്ത് സങ്കടപ്പെടാനല്ല, ഇനി വരാൻ പോകുന്ന വിജയത്തെ ആവോളം ആസ്വദിക്കാം. ആന്റി, ഉറക്കം കണ്ണുകളെ ഉയലാട്ടുമ്പോ അഖിലാണ്ടേശ്വരിയുടെ സർവനാശമാ ഈ പ്രിയങ്ക എക്കാലവും കാണുന്ന സ്വപ്നം. തൃച്ചംബരത്തിന്റെ സർവനാശം. ഒരു കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക. ഇവിടെ ഇരിക്കുന്ന എന്നേക്കാൾ അവസരം നിങ്ങൾക്ക് അവിടെ കിട്ടും. ബുദ്ധിപൂർവം അതിനെ ഉപയോഗിച്ചാൽ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം കൂടുതൽ എളുപ്പമാകും. ലക്ഷ്യം മറക്കാതിരുന്നാലേ മുന്നിൽ തെളിയുന്ന മാർഗങ്ങളെ ഉപയോഗിക്കാൻ കഴിയൂ. അത് നിങ്ങൾ ചെയ്യണം. ചെയ്തേ പറ്റൂ. അഖിലാണ്ടേശ്വരിയുടെ സിംഹാസനം തകർന്നടിഞ്ഞ് മണ്ണിനോട് ചേരുന്നത് എനിക്ക് കാണണം. തൃച്ചംബരം എന്ന നാമധേയം ഈ ഭൂമിയിൽ നിന്നും എന്നേക്കുമായി മൺമറയണം. അനിയൻകുട്ടാ, അനിയൻകുട്ടാ, ആ കുറിഞ്ഞിപ്പൂച്ച അടുക്കള കയറിയോ നോക്ക്. നാശം എല്ലാം തട്ടിയിട്ടിട്ടുണ്ടാവും. ചേച്ചി, ഞാൻ കുളിക്കുക. ഏത് സമയത്തും അവന്റെ ഒരു നീരാട്ട്. ഹലോ കല്യാണി, ഇതെന്താ കണ്ണാടി നോക്കി സ്വയം മറന്നിരിക്കുകയാണോ? അത് ഞാൻ ആ കണ്ണാടി ഇനി ഛായാമുഖി കണ്ണാടി വല്ലതും ആണോ? ഛായാമുഖി കണ്ണാടിയോ? അതെന്താ? ആ, കല്യാണി കേട്ടിട്ടില്ലേ? അത് പ്രണയത്തിന്റെ മാന്ത്രിക കണ്ണാടിയാ. കല്യാണി, മഹാഭാരതത്തിൽ ഹിഡിംബി ഭീമസേനന് സമ്മാനിക്കുന്ന മാന്ത്രിക കണ്ണാടിയാ ഛായാമുഖി. ആ കണ്ണാടി നോക്കിയ നോക്കുന്ന ആളിന്റെ രൂപമല്ല തെളിയുന്നത്. പിന്നെ കണ്ണാടിയിൽ നോക്കുന്ന ആൾ ഹൃദയം കൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് കരുതുന്ന ആളിന്റെ മുഖം. പോവല്ലൂഞ്ഞ്, വെറുതെ പറ്റിക്കാതെ. പറ്റിക്കുന്നല്ല കല്യാണി, അങ്ങനെ ഒരു കണ്ണാടി ഉണ്ട് പുരാണത്തിൽ. കണ്ണാടിയിലേക്ക് നോക്കുന്ന ആളിന്റെ ഹൃദയത്തിന്റെ ഉടമയെ കാണുന്ന കണ്ണാടി. ദേ, ഇപ്പോ ഞാൻ ഛായാമുഖി കണ്ണാടി നോക്കിയ നിന്റെ മുഖമായിരിക്കും തെളിഞ്ഞു വരുന്നത്. കല്യാണി, മുംബൈന്ന് സേഡ്ജിയ വിളിച്ചാൽ ഉടനെയൊന്നും വയ്ക്കില്ല, എടുക്കാതിരിക്കാനും പറ്റില്ല. ഞാൻ ആ പടം വരച്ചതിന് ഒരു നന്ദി അറിയിക്കാനാ വന്നത്. ശരി, പിന്നെ കാണാം. ഹലോ സേഡ്ജി, നമസ്കാർ. ആ ബോലിജി. ഇപ്പൊ മനസ്സിലായോ ഛായാമുഖി കണ്ണാടി ഉണ്ടെന്ന്?
കുഞ്ഞിപ്പൂച്ചയുടെ ഒരു കാര്യം. ആന്റി, ഇത് നോക്കി. ഇതുപോലൊരു 50 സാരി സെലക്ട് ചെയ്ത പോരെ? അയ്യോ, ഒരു സാരിക്ക് 32,700 രൂപയോ? ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ദരിദ്രവാസികൾക്ക് 32,700 രൂപയുടെ സാരി. നല്ല കഥ. ഇതൊന്നും വേണ്ട. വില ഇത്തിരി കൂടുതലാണെങ്കിലും സാരി സൂപ്പർ ആന്റി. അഖിലാന്റി വരുന്നുണ്ട്. എന്തായി? സാരികളുടെ സെലക്ഷനൊക്കെ കഴിഞ്ഞോ? ഒരു സാരി സെലക്ട് ചെയ്തു. നോക്കട്ടെ. ഇത് കൊള്ളാം, നല്ല സെലക്ഷൻ. അതൊന്നും ശരിയാവില്ല ചേച്ചി. ദൈവമേ, ഇത് സെലക്ട് ചെയ്യല്ലേ? നല്ല മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നു. വെരി ഗുഡ് ഡിസൈൻ. മാഡം, കോഫി. ആ, അല്ല ചേച്ചി, ഇത് 32,700 രൂപയുടെ സാരിയാ. അതിനെന്താ? അല്ല, സ്റ്റാഫുകൾക്കൊക്കെ. വിലാസിനെ, പലപ്പോഴും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടരുതെന്ന്. ഗംഗ, ഓർഡർ കൊടുത്തേക്ക്. ഓക്കെ ആന്റി. സ്റ്റാഫുകൾക്കുള്ള സാരി അത് പതിവുള്ളതാണല്ലോ, അതിനൊന്നും മുടക്കം വരുത്തണ്ട. കല്യാണി. ആ ഗംഗ, എല്ലാം ഭംഗിയായി നടക്കട്ടെ. ഞാനൊന്ന് പോയി വരാം. എനിക്ക് ഓഡിറ്റർ ഒന്ന് കാണണം. ശരി ആന്റി. സമൂഹ വിവാഹത്തിനുള്ള പെൺകുട്ടികൾക്ക് ആ സാരി. അത് മനസ്സിലായി. ഓഡിറ്റർ ആണല്ലോ. ഹലോ, ഞാനങ്ങോട്ട് വരികയാണ്. എന്താ? ഓഡിറ്റ് ഫയലോ? അത് ആനന്ദിന്റെ മുറിയിലുണ്ടാവും. നിർബന്ധമാണോ? ഓക്കെ, ഞാൻ എടുത്തിട്ട് വരാം.
ഫയൽ എടുക്കാൻ പോയതാ. ഓ